എനിക്ക് എല്ലാ രാഷ്ട്രീയക്കാരും എന്റെ ബന്ധുക്കളാണ്. എനിക്ക് രാഷ്ട്രീയമായിട്ടൊരു അഭിപ്രായമില്ല. എല്ലാരോടും വളരെ അടുപ്പാണ്. അത് ഇപ്പോഴും അദ്ദേഹത്തിന് തോന്നുന്നു പറയുന്നു. ഞാൻ അതിനെ കമന്റ് ചെയ്യുന്നത് ശരിയല്ല. ഞാൻ അവരെ പറ്റി പറയാൻ ആളല്ല. എന്റെ കാര്യം വല്ലതും ഉണ്ട് ചോദിച്ചു. രമേശ് ചെന്നിത്തല ആ സ്ഥാനത്തേക്ക് വിളിച്ചത് അങ്ങനെ സമൂഹത്തിലൊരു ഉന്നതനാണ്, നായരാണ്. അങ്ങനെ വിളിച്ചു ഞങ്ങള്. അതിനെന്താ നായർ രാഷ്ട്രീയമൊന്നും അതിന്റെ പിന്നിലില്ല. അതോടുകൂടിയാണ് ഇവർ ഈ സംസാരം തുടങ്ങിയത്. അവരെന്ത് വേണേ പറഞ്ഞോട്ടെ, ഞങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ഞങ്ങൾ പോകേണ്ട വഴി ഞങ്ങൾ ശാന്തമായിട്ട് പോകും. ഒരു തെറ്റും ചെയ്യാതെ, കഴിയുന്നിടത്തോളം തെറ്റ് ചെയ്യാതെ എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ഗവൺമെന്റുകളെ ആയാലും ശരി, രാഷ്ട്രീയ പാർട്ടികളെ ആയാലും ശരി, സമൂഹത്തെ മുഴുവൻ നമ്മൾ അംഗീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. അവർ എല്ലാവരോടും സ്നേഹത്തോടും സഹോദരത്തോടും ആണ് നമ്മൾ പോകുന്നത്. അങ്ങനെ പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പോകാനാണ് ഞങ്ങളുടെ ആചാര്യൻ പഠിപ്പിച്ചിരിക്കുന്നത്. ഇല്ല, അങ്ങനൊന്നും ചെയ്യുന്ന ആളൊന്നും അല്ല ഞാൻ. അങ്ങനെ ആരെങ്കിലും ഒന്ന് ക്ഷണിച്ചാൽ ചെയ്യുന്നതല്ല. എനിക്ക് ബോധ്യമുള്ള കാര്യമേ ഞാൻ ചെയ്യും. ഈ ചെന്നിത്തല വന്നതോടുകൂടിയേ കോൺഗ്രസിനുള്ളിൽ തന്നെ ആര് മുഖ്യമന്ത്രിയാകും, അല്ല ഇത്തരത്തിൽ എന്നതുമായി പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്നു. അങ്ങനെ ഒരു അധികാര പടംവലിയിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ കോൺഗ്രസിനകത്ത് ചില ചർച്ചകളിലേക്ക് പോകാൻ ചെന്നിത്തലയുടെ എന്നത്തെ സംസ്ഥാനത്ത് കോൺഗ്രസിന് കാരണമായിട്ട് അത് കോൺഗ്രസ്സുകാർക്ക് ചോദിക്കാം, എന്നോടല്ല. കോൺഗ്രസ് ജീവിതം പോയാൽ മതിയോ? തന്നെ തമിഴ്നാട്ടിൽ തുടങ്ങി ആരാ മുഖ്യമന്ത്രി വരുന്നത്? കോൺഗ്രസ് ഇങ്ങനെ പോയാൽ അല്ല, അത് അവര് ആലോചിച്ച് തീരുമാനിക്കട്ടെ എന്താണെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞില്ല എനിക്ക് രാഷ്ട്രീയമില്ലെന്ന് പറഞ്ഞു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.